ഹലോ, ഇന്ന് ഞാൻ നിങ്ങൾക്കൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. വേറെ ഒന്നുമല്ല, കുറച്ച് പേരൊക്കെ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഒരു ഫോട്ടോ എങ്ങനെയാണ് മൂവ്മെൻറ്റ് കൊടുത്തിട്ട് ഒരു വീഡിയോ ആക്കി മാറ്റണത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഒരു സൈറ്റാണ് കേട്ടോ, ക്രോം എടുക്കുക. ക്രോമിൽ നമുക്ക് വിഡു എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൈറ്റിലാണ് കയറേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ മനസ്സിലാകുന്നുണ്ടാവില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ എഴുതി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നിങ്ങൾ സെർച്ച് ബാറിൽ അത് ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് ആ സൈറ്റിലേക്ക് കയറാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഈ ഒരു സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അങ്ങനെ ഫസ്റ്റ് തന്നെ ആ ഒരു പർപ്പിൾ കളറിൽ കാണുന്നുണ്ടല്ലോ വീഡിയോ എന്ന് പറഞ്ഞിട്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ വീഡിയോ എന്ന് പറഞ്ഞ് എഴുതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കണ്ടില്ലേ നിങ്ങൾ 2-3 ലൈന്, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ക്രിയേറ്റീവ് വീഡിയോ, മൈ ക്രിയേഷൻ, API അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ക്രിയേറ്റീവ് വീഡിയോയിൽ നമുക്ക് പോവാട്ടോ, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസാണ് കാണിക്കുക. അപ്പോൾ അതിൽ 2-3 ഓപ്ഷനൊക്കെ ഉണ്ട്, അതൊന്നും നമുക്ക് നോക്കണ്ട. താഴെ കണ്ടാലൊരു കോളത്തിൽ സെൻറ്ററിലൊരു ഇമേജ് കൊടുക്കാനുള്ളൊരു സംഭവം കണ്ടില്ല, അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക കേട്ടോ. ആ ഒരു കോളത്തിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഏത് ഫോട്ടോ ആണ് നമുക്ക് മൂവ്മെൻറ്റ് കൊടുത്തിട്ട് വീഡിയോ ആക്കേണ്ടത് വെച്ചാൽ ആ ഒരു ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ കുറച്ച് ടൈം എടുക്കുന്നുണ്ട് ഇത് ലോഡാവാൻ വേണ്ടിയിട്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ AI കാലഘട്ടത്തിലൂടെയാണ് അല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ, നമ്മൾ കാണാത്ത സംഭവങ്ങളൊക്കെ നമുക്ക് കാണാനും ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ ഇതുകൊണ്ട് നമുക്ക് ഗുണമുണ്ട് ദോഷമുണ്ട്, വേറെ ഒന്നുമല്ല. ദുരുപയോഗം ചെയ്യാതിരുന്നാൽ മതി, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഫോട്ടോ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് താഴെ നമുക്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ ഫോട്ടോ ഏത് രീതിയിലാണ് നമുക്ക് മൂവ്മെൻറ്റ് കൊടുക്കേണ്ടത് വെച്ചാൽ, അപ്പോൾ നമുക്ക് ഹഗ് ചെയ്യണോ, കിസ് ചെയ്യണോ, ടച്ച് ചെയ്യണോ, അങ്ങനെ എന്താണ് നമുക്ക് വേണ്ടത് വെച്ചാൽ അത് നമുക്ക് എഴുതി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ദ മാൻ ഹഗ് ടു വുമൺ അങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് കൊടുക്കേണ്ടത് വെച്ചാൽ, ഇപ്പോൾ ഇത് നമ്മുടെ പഴയ നല്ലൊരു ഫോട്ടോ ഉണ്ടെങ്കിലും ഇപ്പോഴത്തെ നല്ലൊരു ഫോട്ടോ ഉണ്ടെങ്കിലും നമ്മൾ പഴയ നമ്മളെ ഹഗ് ചെയ്യുന്ന രൂപത്തിലൊരു വീഡിയോ ഒക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ അത് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നമുക്ക് വഴി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അത് നല്ലൊരു സംഭവമല്ലേ, ഇങ്ങനെയൊക്കെ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും. ദുരുപയോഗം ചെയ്യരുത് എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫോട്ടോ കൊടുത്തു, ഡിസ്ക്രിപ്ഷൻ കൊടുത്തു, പിന്നെ അതിന് താഴെ ഇതേ ക്രിയേറ്റ് ഫോർ ഡിജിറ്റ് എന്നുള്ളത്, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമ്മളെ ഫോട്ടോ വീഡിയോ ആയി മാറുന്നത്. അപ്പോൾ ഇതിന് കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ താഴെയാണ് അതിൻ്റെ വീഡിയോ വരിക. അപ്പോൾ ആ വീഡിയോ വരുമ്പോൾ അതിലൊരു ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ടുള്ള താഴേക്കുള്ളൊരു ആരോ കാണും, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ വീഡിയോ നമ്മുടെ ഗ്യാലറിയിലോട്ട് ഡൗൺലോഡ് ആക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഫോട്ടോ തന്നെ ഇപ്പോൾ നമ്മൾ ഒരു ഫോട്ടോ കൊടുത്തല്ലോ, ഈ ഫോട്ടോ തന്നെ 2-3 തവണ നമ്മൾ ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുമ്പോൾ തന്നെ 2-3 രീതിയിലുള്ള ഹഗ് രൂപത്തിൽ വരും കേട്ടോ. അപ്പോൾ അതിൽ ഏത് വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് വെച്ചാൽ ആ വീഡിയോ നിങ്ങൾ ഗ്യാലറിയിലേക്ക് സേവ് ആക്കുക. ഞാനങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് 2-3 തവണ ഹഗ്ഗൊന്നും ശരിയായില്ല. അപ്പോൾ ഞാൻ ആ ഫോട്ടോനെ 2-3 തവണ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ശരിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കാം, അത് ശ്രദ്ധിക്കാം കേട്ടോ. പിന്നെ അപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോ നമുക്ക് ഹസ്ബൻഡിനും വൈഫിനൊക്കെ ആയിട്ട് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് പറ്റും. ഇങ്ങനെ ഒരു വീഡിയോ ചിലപ്പോൾ ആ ഫോട്ടോ അവർ കണ്ടിട്ടുണ്ടാവുള്ളൂ, ഇങ്ങനെ ഒരു വീഡിയോ അവർ കണ്ടിട്ടുണ്ടാവില്ലല്ലോ, എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ അത് നല്ലൊരു ഗിഫ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ 2-3 വർക്ക് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ അങ്ങനെ ചെയ്തതാണ്, ജസ്റ്റ് ഫോട്ടോ ഇങ്ങനെ വീഡിയോ ആക്കാന്നുള്ള ചെയ്തതാണ്. പിന്നെ ഒരു സൈറ്റും കൂടെ ഉണ്ട്, അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഞാൻ 2-3 തവണ ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ താഴേക്കുള്ള ആരോ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കത് ഡൗൺലോഡ് ആവും, ഗ്യാലറിയിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ഒരു സൈറ്റും കൂടെ ഞാൻ കാണിച്ചു തരാം. RunVML എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പാണ്. അപ്പോൾ അത് ടൈപ്പ് ചെയ്യാം. അപ്പോൾ അത് ഞാനിവിടെ എഴുതി കൊടുക്കുന്നുണ്ട്, അതുപോലെ എഴുതിയിട്ട് സെർച്ച് ചെയ്താൽ മതി. ഓക്കെ,
അപ്പോൾ അതിൻ്റെ ഫസ്റ്റത്തെ വെൽക്കം ടു റൺവേ എന്ന് പറഞ്ഞിട്ടുള്ള അതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതിൽ വ്യൂ അസെറ്റ്സ്, ട്രൈ വീഡിയോ ടു വീഡിയോ, ട്രൈ ഫോട്ടോ ടു വീഡിയോ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ ട്രൈ വീഡിയോ ടു വീഡിയോ അല്ലെങ്കിൽ ട്രൈ ഫോട്ടോ ടു വീഡിയോ അതിൽ ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക കേട്ടോ. ഇതിൽ ട്രൈ വീഡിയോ ടു വീഡിയോ എന്നാണ്. ചില സൈറ്റിൽ ട്രൈ ഫോട്ടോ ടു വീഡിയോ അങ്ങനെയുണ്ട്. രണ്ടിൽ ഏരിയയിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ടാപ്പ് അപ്ലോഡ് ടു ഇമേജ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫോട്ടോ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ സൈറ്റിൽ ചെയ്തില്ല അതേപോലെ തന്നെയാണ് കേട്ടോ പ്രൊസീജിയറൊക്കെ. എന്നിട്ട് ഡിസ്ക്രിപ്ഷനും താഴെ കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാനിവിടെ മാൻ ഹാവ് ടു വുമൺ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് വെച്ചാൽ അത് എഴുതി കൊടുക്കാം. ഓക്കെ, എന്നിട്ട് അപ്ഗ്രേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ബ്ലൂ കോളത്തിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഫോട്ടോ വീഡിയോ ആയിട്ട് കിട്ടും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പിക്കിനെ 2-3 തവണ ചെയ്യുമ്പോൾ നമുക്ക് നിങ്ങളെന്താണ് ഉദ്ദേശിച്ചത് വെച്ചാൽ അത് പല വിധത്തിൽ നമുക്ക് കിട്ടും. അപ്പോൾ അതിൽ ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് വെച്ചാൽ സെലക്ട് ചെയ്യാം. പിന്നെ എന്താ വെച്ചാൽ നമുക്ക് 2-3 തവണയൊക്കെ ഇതിൽ ചെയ്യാൻ പറ്റുന്നുള്ളൂ. കാരണം നമ്മൾ പേ ചെയ്തിട്ടല്ലല്ലോ ചെയ്യുന്നത്. അപ്പോൾ പേ ചെയ്തിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം, പേ ചെയ്യാതെ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ അതിന് ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ ഒരു 2-3 തവണ ഒക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ സൈറ്റ് ബ്ലോക്ക് ആവും, അങ്ങനെ ചാൻസ് ഉണ്ട്. കണ്ടോ, ഈ ക്യാഷ് കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പം ഞാൻ ചെയ്യൽ ഒരു 1-2 വട്ടം ചെയ്യും. പിന്നെ അതിൽ നല്ല കിട്ടില്ല എന്നുണ്ടെങ്കിൽ 2-3 ദിവസം വെയിറ്റ് ചെയ്യും, പിന്നെ ചെയ്യും കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്താൽ മതി, വെറുതെ ക്യാഷ് കൊടുക്കണ്ടല്ലോ. അപ്പോൾ ക്യാഷ് കൊടുത്തിട്ട് അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാം. നിങ്ങളെ ഫ്രണ്ട്സ് ഫാമിലി അവർക്കൊക്കെ മാക്സിമം ക്രാഫ്റ്റ് വീഡിയോ ഒക്കെ എഡിറ്റിങ്ങൊക്കെ ചെയ്യുന്നവർക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഓക്കെ, അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ, താങ്ക് യു.